ഞാൻ പറഞ്ഞിട്ട് അങ്ങ് മറുപടി പറഞ്ഞോളൂ. ഓ ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഈ കമ്പനിക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് നാളിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട് ചെയ്തതിന്റെ ഉദാഹരണങ്ങൾ ആർക്കൊക്കെ? ഉത്തരം പറ. ഒന്ന് ബി ജെ പിയുടെ ജന്മഭൂമി പത്രം കരിമണൽ കമ്പനിക്ക് വേണ്ടി ലേഖനം എഴുതി. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അക്കാര്യത്തിനകത്ത് അതിന്റെ ചീഫ് എഡിറ്ററെ പിരിച്ചുവിട്ടു, ഹരീഷ് കർത്തയെ പിരിച്ചുവിട്ടു. അദ്ദേഹം ഇപ്പോൾ ഗവർണറുടെ സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ ഈ ചർച്ചയിൽ ഒരു BJP പ്രവർത്തകനെ വിളിച്ചോ? പ്രത്യക്ഷത്തിൽ തെളിഞ്ഞതാണ്. എന്താ തെളിഞ്ഞത്? BJPക്കാർക്ക് ഈ കരിമണൽ കമ്പനിയായിട്ട് ബന്ധം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ആ ബന്ധത്തിന്റെ ഭാഗമായി ജന്മഭൂമിയിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിക്കുന്ന ലേഖനം വന്നു. ഇതൊക്കെ 10 ദിവസമായി ശ്രീ അനിൽകുമാർ എന്നോട് തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞ ന്യായങ്ങളാണ്. ശ്രീ അനിൽകുമാർ, എല്ലാ പാർട്ടികളെ കുറിച്ചും എല്ലാം അറിയാമെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചും നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ചുമുള്ള ഒരു ചോദ്യത്തിന് ശ്രീ അനിൽകുമാർ മറുപടി പറയൂ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നിങ്ങൾക്ക് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, സമ്മതിച്ചു. ഇതൊക്കെ ഞങ്ങൾ 10 ദിവസമായി കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരു തവണ പറയൂ, മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ അറിയാമോ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. 12 മിനിറ്റായി താങ്കൾ മനസ്സിലാക്കി തരികയാണ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. 12 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര പറ്റാത്ത ഉത്തരമാണോ അത്? ഞാൻ പറയാം, ഷാനി ഇടയ്ക്ക് എന്റെ വാക്ക് തടസ്സപ്പെടുത്തിയാൽ ഞാൻ ഈ പരിപാടിക്ക് തുടരില്ല. 12 മിനിറ്റായി ലളിതമായ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ശ്രീ അനിൽകുമാർ, താങ്കളുടെ പാർട്ടിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്രയും സമയമായി 1 മിനിറ്റ് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളോട് അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ മറുപടി പറഞ്ഞിട്ടേ ഇല്ല. താങ്കളുടെ പാർട്ടിയാണ് മോശമാക്കുന്നത്. അതെങ്ങനെയാണ്? താങ്കൾ മറുപടി പറയാൻ തുടങ്ങുന്നു, ജന്മഭൂമിയെ കുറിച്ച് പറയുന്നു, BJP കുറിച്ച് പറയുന്നു, മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നു, പ്രസാദിയെ കുറിച്ച് പറയുന്നു. വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.